ഞാനിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട് സുന്ദരപാണ്ഡിപുരത്താണ്. സുന്ദരപാണ്ഡിപുരം നിങ്ങൾക്കറിയാം, ഇവിടെ അടിപൊളി സൂര്യകാന്തി പൂത്ത് നിൽക്കുന്നൊരു സമയമാണ് ഇപ്പോഴും. ഇപ്പം ഓണത്തിന് മുമ്പേ സൂര്യകാന്തി പൂത്തിട്ടുണ്ട്. അതുപോലെ അറിയാത്തവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഞാൻ ഇപ്പം നിൽക്കുന്ന തോട്ടത്താണ്. ആ തോട്ടത്തിലെ കാഴ്ചകൾ കണ്ടോ. ഇതിപ്പോൾ കുറേ നാളായി. ഇത് 20 ദിവസത്തിനകത്ത് പോകുമെന്നാണ് ഈ ഓണർ പറഞ്ഞിട്ടുള്ളത്. വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ ഈ ഒരു ചുറ്റുപാട് സൂര്യകാന്തി ഇങ്ങനെ പൂത്ത് നിൽപ്പുണ്ട്. ഇത് പൂക്കാറായി നിൽപ്പുണ്ട്. 20 ദിവസത്തിനകത്ത് ആ പൂത്ത് നിൽക്കുന്ന പൂവുകളെല്ലാം അവർ വിളവെടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ വരുന്നവർ മാക്സിമം വരുമ്പോൾ പൂവൊന്നും പറിക്കാതെ വരിക, ഫോട്ടോ എടുക്കുക, പോവുക. ഒരു ഉപജീവന മാർഗ്ഗമാണ്. കാരണം ഇവിടെ ധാരാളം ആളുകൾ, ഇത് തിങ്കളാഴ്ച ദിവസമായിട്ട് തന്നെ ധാരാളം ആളുകളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം, മലപ്പുറം എന്ന് വേണ്ട ദൂരെ നിന്നൊക്കെ ആളുകൾ ഇവിടെ വരുന്നുണ്ട്. എല്ലാ രസമെന്നറിയാം. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് കുറച്ച് ഭാഗത്തേ ഉള്ളൂ ഈ പൂക്കളുള്ളത്. വേറെ ഒരു ഭാഗങ്ങളുണ്ട്, 2-3 ഭാഗത്തായിട്ടാണ് ഇങ്ങനെ പൂക്കൾ പൂത്ത് നിൽക്കുന്നത്. കേട്ടോ എന്നാ രസമാണെന്ന് നോക്കി. നിങ്ങൾക്ക് അടുത്ത് നിന്നൊരു ഫോട്ടോ എടുക്കുമ്പോൾ എന്നാ കീച്ചൻ ലുക്കായിരിക്കും എന്നറിയാം. അപ്പോൾ നിങ്ങൾ അറിയാത്തവർക്ക് മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. വരുമ്പം രാവിലെ വരാൻ ശ്രമിക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ ഉച്ചയ്ക്ക് 2 മണിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പം വീഡിയോ എടുക്കുന്നൊരു ഫോട്ടോ എടുക്കുന്നതോ ക്ലാരിറ്റി കിട്ടത്തില്ല. മോർണിങ്ങോ അതുപോലെ ഈവനിങ്ങോ വരാൻ ശ്രമിക്കുക. പൊളി വൈബാണ്. സൂര്യകാന്തി കണ്ടോ എന്നെ ഒരു ലുക്കാണ്. നിങ്ങൾ നോക്കി, അടിപൊളിയാണ്. ഇതിൻ്റെ ഇടയ്ക്കോട്ടൊന്നും കയറിപ്പോകാൻ പറ്റത്തില്ല. ഇതിൻ്റെ സൈഡിൽ കൂടെ ഇതുപോലെ വരമ്പുണ്ട്. ആ വരമ്പിൽ കൂടെ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയൊക്കെ നിന്ന് ഇതൊക്കെ ആസ്വദിച്ച് ഇതിൻ്റെ അടുത്തൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് നമുക്ക് പോകാൻ കഴിയും. അപ്പോൾ ഇവിടെ വരുമ്പോൾ വീണ്ടും ഞാൻ പറയുന്നു, ഈ പൂവൊന്നും പറിച്ചുകൊണ്ട് പോകാനോ അതേപോലെ തന്നെ ഇത് ഒടിച്ചിടാനോ ഒന്നും നിങ്ങൾ ശ്രമിക്കരുത്. അവരുടെ ഉപജീവന മാർഗ്ഗമാണ്. അതേപോലെ ഇനിയും അത് അടുത്ത വർഷവും അവർക്ക് കൃഷി ചെയ്താൽ നമുക്കിവിടെ കയറണമെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ മാത്രമേ നമുക്കിവിടെ വന്ന് ഫോട്ടോ എടുത്ത് ആസ്വദിച്ച് മക്കളും ഭാര്യയും എല്ലാം ആയിട്ട് വന്നിട്ട് നമുക്ക് കണ്ടിട്ട് പോകാൻ കഴിയുകയുള്ളൂ. നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണ് തമിഴ്നാട്. നമ്മുടെ സൂര്യകാന്തി പൂവുള്ളത് സുന്ദരപാണ്ഡിപുരത്താണ്. ഇഷ്ടംപോലെ ആളുകൾ ഇത് കാണാൻ അവിടെ വന്ന് പൂക്കൊണ്ടിരിക്കുകയാണ്. KL വണ്ടിയൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ധാരാളം ആളുകളാണ് ഈ ഒരു പൂന്തോട്ടം കാണാനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. എന്ത് ഭംഗിയാണെന്നറിയാമോ. അതുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ട് നോക്കി ചിരിക്കുന്ന ഒരു ഇതാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് പൂ കാണുമ്പോൾ. കണ്ടോ, ഇതുവഴി എല്ലാം വഴിയുണ്ട്. ഇതിലെ കൂടെ ഒക്കെ വന്നിട്ട് ഇതിൻ്റെ അടുത്തൊക്കെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ മാക്സിമം നിങ്ങൾ വീഡിയോ അറിയാത്തവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓണം വരാൻ പോവുകയാണ്. അപ്പോൾ ഓണത്തിനൊക്കെ ഫാമിലിയായിട്ട് ട്രിപ്പ് വരാൻ പറ്റിയ ഒരു സ്ഥലമാണ് നമ്മുടെ സൂര്യകാന്തി പൂന്തോട്ടമുള്ള സുന്ദരപാണ്ഡിപുരം. ചെങ്കോട്ടയിലാണ്. തെന്മല കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തെങ്കാശി വരിക. തെങ്കാശിയിൽ നിന്ന് ചെങ്കോട്ടയാണ്. ചെങ്കോട്ടയിൽ നിന്ന് സൂര്യകാന്തി പൂവുള്ളത് സുന്ദരപാണ്ഡിപുരത്താണ്. അപ്പോൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വന്നു കഴിഞ്ഞാൽ 5 മിനിറ്റ് കൂടെ നിൽക്കാൻ പറ്റത്തില്ല. 5 മിനിറ്റ് പോലും കൂടെ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. അതേമാതിരി ചൂടാണ്. വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അറിയാത്തവരിലേക്ക്. സീസണായി ഇപ്പം 1 ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് ഇപ്പോൾ തിങ്കളാഴ്ച ദിവസമായിട്ട് തന്നെ ധാരാളം ആളുകളാണ് ഇവിടെ വരുന്നത്. പക്ഷേ ഈ ഉച്ച സമയത്ത് നമ്മളിവിടെ വരാതിരിക്കാത്തില്ല. ഭയങ്കര ചൂട് നിൽക്കാൻ എന്ത് രസമാണ് ഇവിടെ.